നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ബീജോത്പാദനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോ സ്പേം കൗണ്ട് അല്ലെങ്കിൽ സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറവുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. അവർക്ക് ചിലപ്പം സ്പേമിൻ്റെ കൗണ്ട് കുറവായിരിക്കും, മോട്ടിലിറ്റി കുറവായിരിക്കും, മോർഫോളജിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ പലതരം പ്രശ്നങ്ങളിൽ കൗണ്ടിൻ്റെ നമ്മൾ അനാലിസിസ് നടത്തിയാൽ അല്ലെങ്കിൽ സ്പേം അനാലിസിസിൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതിൽ സ്പേം കൗണ്ട് കുറവുള്ളവർക്കും മോട്ടിലിറ്റി കുറവുള്ളവർക്കും മെഡിസിനൊക്കെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഹോമിയോപ്പതിക്കായിട്ട്, ആയുർവേദമായിട്ട്, അലോപ്പതിക്കായിട്ട് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് പറയാം. ബീജോത്പാദനം കൂടും, അല്ലെങ്കിൽ നോർമൽ സ്പേംസ് അല്ലെങ്കിൽ നല്ല മോട്ടിലിറ്റി ഉള്ളതും ആരോഗ്യപരമായിട്ടുള്ള സ്പേംസ് കൂടും എന്നുള്ളതാണ്. അപ്പം പ്രഗ്നൻ്റ് ആവാനും കൺസീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും എടുക്കേണ്ടത് അത്തിപ്പഴം വളരെ മെയിനാണ്. അത്തിപ്പഴം ഇതിനകത്ത് ആവശ്യമുണ്ട് നമുക്ക്. ഇതൊരു ആഴ്ചയിൽ ഒരു 4 days ഈ ഒരു ഡ്രിങ്ക് കഴിക്കാവുന്നതാണ്. അതിപ്പോൾ അടുപ്പിച്ച് കഴിക്കണമെന്നില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് കഴിച്ചാലും മതി. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഉണങ്ങിയ അത്തിപ്പഴം, ഫിഗ് 2 എണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത്. വാൾനട്ട് 2 എണ്ണം എടുക്കണം. ബദാം ഒരു 3 എണ്ണം എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് പംകിൻ സീഡ്സ് നമുക്ക് കുറച്ച് വേണം. നമുക്കൊരു ഹാഫ് ഹാൻഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു അരക്കൈ അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം വരുന്നത് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വാരുവാണെങ്കിൽ ഒരു 2 or 3 ആയിട്ട് നമ്മൾ എടുക്കണം. അത് എല്ലാം കൂടി നമ്മൾ തലേദിവസം രാത്രിയിൽ കുതിർത്ത് വെക്കുകയാണ് വേണ്ടത്. കുതിർത്ത് വെക്കുമ്പോൾ ഇത് നല്ല അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളത്തിൽ, ഒരു ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ വേണം ഇത് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് ബദാം മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലും മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇത് അരച്ചെടുക്കാം. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. അരച്ച് ആ ഒരു തിക്ക് പരുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഏത് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിലും ഈ കുതിർത്ത് വെച്ച സാധനം അരച്ചെടുക്കുക. ഇനിയാണ് മെയിനായിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് പാലില്ല, അങ്ങനത്തെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇളനീർ വെള്ളത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇളനീർ വെള്ളം എല്ലാ ദിവസവും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇത് ശരിക്കും പറഞ്ഞ ഒരു 3 months ഒക്കെ ഇതേപോലെ തന്നെ ഇളനീർ വെള്ളത്തിൽ കഴിക്കുവാണെങ്കിൽ ഭയങ്കര നല്ലത്. അരച്ചിട്ട് ഇതിനകത്ത് ഇളനീർ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങ് കഴിച്ചാൽ മതി. പക്ഷേ ഇതിനകത്ത് കീ ഇൻഗ്രീഡിയൻറ്റ്, മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞില്ല, അത് ഞെരിഞ്ഞിലിൻ്റെ പൊടിയാണ്. ഗോക്ഷൂരാതി ചൂർണം അല്ലെ ഗോക്ഷൂര ചൂർണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പുകളിൽ ഞെരിഞ്ഞിൽ പൊടി ലഭിക്കും. അല്ലെങ്കിൽ ഞെരിഞ്ഞിൽ നിങ്ങൾക്ക് ആസച്ച് അതിൻ്റെ കായ വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ പൊടി ഷോപ്സിലെല്ലാം കിട്ടുന്നതാണ്. അപ്പം ഈ ഞെരിഞ്ഞിൽ പൊടി ഒരു 1/2 teaspoon ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതൊരു 1 glass ഉണ്ടാവും. അതിൻ്റെ അകത്തോട്ട് 1/2 teaspoon ഞെരിഞ്ഞിൽ പൊടി ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇളനീർ വെള്ളം ഉണ്ടെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഒരാഴ്ചയിൽ ഒരു 4 ദിവസം നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ്. 3 months കഴിക്കുമ്പോൾ തന്നെ ആ സ്പേം കൗണ്ട് ഇൻക്രീസ് ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ, ഒരു ടെസ്റ്റ് റിസൾട്ടായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഒരു 3 months എടുക്കും. കാരണം ഒരു സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ആ 3 months എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാലയളവ് ഇത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ അടുത്ത സ്പേം കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പം കാണുന്നതാണ്. മോട്ടിലിറ്റിയും കൗണ്ടും ഒക്കെ കൂടിയതായിട്ട് കാണുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.